സന്ധ്യ വാര്യർ ഇന്നലെ ഫേസ്ബുക്കിലൂടെ കുറച്ച് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. ഇത് റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ അടക്കമുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ സന്ദീപ് വാര്യർ BJP-യിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് സന്ദീപ് വാര്യർ ചെയ്തത് ശരിയായില്ല, ഇരയെ നാട്ടുകാരുടെ മുന്നിൽ വലിച്ചു കീറാൻ പിച്ചി ചീന്താനിട്ട് കൊടുക്കുകയാണ്, അത് സന്ദീപ് വാര്യർക്കെതിരെ DYFI DGPക്ക് പരാതി നൽകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അരുൺകുമാർ കരഞ്ഞു മെഴുകുന്നത് കൊണ്ട് ഞാൻ സമ്മതിക്കില്ലടാ, ഈ സത്യം വിളിച്ചു പറയാൻ നിന്നോട് ആരാടാ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് അരുൺകുമാർ സ്വീകരിക്കുന്നത് കണ്ടത്. യഥാർത്ഥത്തിൽ ഇത് സന്ദീപ് വാര്യർ പറഞ്ഞില്ലെങ്കിലും കോടതിയില്ല ഇതിനെക്കുറിച്ച് അന്വേഷിക്കില്ലേ? എല്ലാ തെളിവുകളും സത്യസന്ധമായ തെളിവുകൾ ശേഖരിച്ച് അറിഞ്ഞിട്ടല്ലേ കോടതി ഈ കേസിനെ പരിഗണിക്കാൻ പോകുന്നത്. ഇതിപ്പോ സത്യങ്ങൾ വിളിച്ചു പറയാനുള്ള സമയമല്ല, സത്യങ്ങൾ അന്വേഷിക്കാനുള്ള സമയം. ആ കൃത്യം നിർവഹിക്കേണ്ടത്, നിഷ്പക്ഷമായിട്ട് നിർവഹിക്കേണ്ടത് കേരള പോലീസാണ്. അതങ്ങനെയൊന്നും നടക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള ഒരു ഗവൺമെൻറ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഇടപെടലുകൾ ഉണ്ടാവും. ആ കേസ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാവും, ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാവും. സന്ദീപ് വാര്യരല്ല, ഇതിനകത്തെ പ്രതിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ ശിക്ഷിക്കത്തക്ക വകുപ്പുകൾ ചേർക്കാനും എല്ലാമുള്ള സമ്മർദ്ദം എല്ലാം സ്വാഭാവികം മാത്രമാണ്. അതൊക്കെ ഇരിക്കട്ടെ. അവരുടെ കൂട്ടത്തിൽ മുകേഷ് എന്ന് പറയുന്ന സിനിമാ നടനുണ്ട്, ഇതുപോലെ പ്രതിയാണ്. പല ശശിമാരും ഇതുപോലെ പ്രതിയായിരുന്നു. പാർട്ടി തന്നെ അന്വേഷണം നടത്തി തീവ്രത കുറവെന്നും പറഞ്ഞ് അത് പലതും വിട്ടിട്ടുണ്ട്. അപ്പോൾ തീവ്രതയൊക്കെ വെച്ച് പാർട്ടിയുടേതായിട്ടുള്ള രീതിയിൽ അന്വേഷിക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് കേട്ടാൽ തോന്നും പോലീസിനേക്കാൾ കുറ്റമറ്റ എന്തോ ഒരു സംവിധാനമാണിതെന്ന്. അവിടെയും പക്ഷപാതങ്ങളുണ്ടാവും. നമുക്കറിയാം ഗോപി കോട്ടമുറിക്കലിൻ്റെ പേര്, അദ്ദേഹം മുറിച്ച കോട്ട ഏതാണെന്നും നമുക്കറിയാം. അങ്ങനെയൊക്കെ ധാരാളം ആളുകൾ നേതാക്കന്മാരായിട്ട് വിലസുന്ന, അങ്ങനെ അഭിരമിക്കുന്ന ഒരു പാർട്ടിയാണിത് എന്നുള്ളതും, ഇതറിയാത്ത എത്രയോ കേസുകൾ ഇവിടെയെല്ലാം നാട്ടിൻപുറങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതും നമുക്കെല്ലാം അറിയാവുന്ന കാര്യം. പാർട്ടി എന്ന് പറഞ്ഞതുകൊണ്ട് പണ്ടൊരു പക്ഷേ ഇതിനൊക്കെ അതീതമായിരുന്നിരിക്കാം, പക്ഷേ ഇപ്പോൾ അതിനൊന്നും അതീതമല്ല. ഭൗതിക സമ്പത്തെന്ന് പറയുന്നവർക്ക് വർജ്യമായിരുന്നു. ടാറ്റ, ബിർള എന്നൊക്കെ പറയുന്ന മുതലാളിമാരെയൊക്കെ ഇവർ ടാറ്റ, ബിർള, ഗോയങ്ക, ഇന്ത്യ മുടിക്കും കുത്തകകൾ എന്ന് താളത്തിൽ പാടിക്കൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടൊക്കെ നടന്നിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇപ്പം മാറി. സ്വയം പാർട്ടി തന്നെ, പാർട്ടിയുടെ ഓഫീസുകൾ തന്നെ സ്വയം വ്യവസായ സ്ഥാപനങ്ങളായിട്ട് മാറുന്നതും, പാർട്ടി തന്നെ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സായിട്ട് മാറുന്നതും, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും ഒടുവിൽ വീണ്ടും സന്ദർശനം നടത്തിക്കൊണ്ട് പിണറായി വിജയൻ മടങ്ങുമ്പോൾ അത് ഗൾഫ് രാജ്യങ്ങൾ കാണാനുള്ള കൗതുകം കൊണ്ടോ അവിടുത്തെ മലയാളികളെ കാണാനുള്ള കൗതുകം കൊണ്ടോ അല്ല, മറ്റെന്തൊക്കെയോ താല്പര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി കേരള ജനത സമാഹരിച്ചിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പണ്ടത്തെ ആ വിശുദ്ധ പാർട്ടിയുടെ ഒരു ബാക്കിയും ഈ പാർട്ടിയിൽ ഇപ്പോൾ അവശേഷിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. അപ്പോൾ ആ പാർട്ടിയിൽ ഇങ്ങനെയുള്ള പാർലമെൻ്ററി വ്യാമോഹം മാത്രമല്ല, സ്ത്രീ ലംപടത, ഈ കാര്യങ്ങളിലുമൊക്കെ പാർട്ടിയിലെ അംഗങ്ങൾ മോശം. അവരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ പാർട്ടി ഒരുപടി മുന്നിലാണ്. അത് കൊട്ടേഷൻ സംഘങ്ങളായപ്പോലുള്ള കൊടിസുനി ആയിക്കോട്ടെ, പോരാളി ഷാജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ RSSകാരെ കൊന്ന കേസിലെ പ്രതികളായിക്കോട്ടെ, അവരെ പാർട്ടിയുടെ തന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നിലവാരത്തിലുള്ള നേതാക്കൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ജയിലിലേക്ക് യാത്ര അയക്കുന്ന ദൃശ്യങ്ങളുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം എന്താണ് പറയുന്നത്? എന്താണ്? അപ്പോൾ ശിക്ഷിക്കപ്പെട്ട ആൾക്കാർ കുറ്റാരോപിതരല്ല, കുറ്റം ആരോപിച്ച് കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ ചെയ്ത് ശിക്ഷിച്ച് ജയിലിലേക്ക് പോകുമ്പോൾ പോലും കൊലപാതകികളെ, കൊലക്കുറ്റം ചുമത്തപ്പെട്ടവരെ സംരക്ഷിക്കുന്ന, അവർക്ക് കീജെ വിളിക്കുന്ന, മുദ്രാവാക്യം വിളിക്കുന്ന തീവ്രവാദ സ്വഭാവമുള്ള പാർട്ടിയാണിത്. അതുകൊണ്ട് അതിപ്പോൾ നിലനിൽക്കുന്നു. പണ്ട് തൊഴിലാളി വർഗത്തെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സമരങ്ങളായിരുന്നു. അന്നാണ് അതിന് ഈ കഴുത്തിൽ ഈ ആരാച്ചാർമാരവരെ കൊല്ലുമ്പോൾ, അവരെ കഴിവേറ്റുമ്പോൾ മുദ്രാവാക്യം വിളിച്ചത്. ഇന്നിപ്പോൾ അതല്ല. അവരുടെ ആശയങ്ങളുമായി പൊരുത്തപ്പെടാത്ത ആളുകളെ ആശയ സംഘടനത്തിലൂടെ നേരിടുന്നതിന് പകരം ഭൗതികമായിട്ട് തന്നെ നേരിട്ട് അവരെ കൊന്നിട്ട് അതിൻ്റെ പേരിൽ മുദ്രാവാക്യം, മുൻ മന്ത്രിമാരായിരുന്നവരും മുൻ പാർലമെൻ്റ് അംഗങ്ങളായിരുന്നവരും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തവരുമൊക്കെ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് CPM എന്ന്.
ആ CPM ആണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അപഭ്രംശത്തിനെതിരെ അന്വേഷണം നടത്തുന്നത്. നല്ലത്. അല്ല, മുകേഷിന്റെ കാര്യത്തെക്കുറിച്ച് EP ജയരാജനോട് ചോദിച്ചപ്പോൾ EP ജയരാജൻ അത് സിനിമയുമായി ബന്ധപ്പെട്ടതാണ്, അത് രാഷ്ട്രീയമായി കലർത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയമാണ്. അതാണ് അവരങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അവരുടെ ആൾക്കാർ. അസാധാരണമായിട്ടുള്ള വ്യാഖ്യാന പാടവം കൊണ്ട് അവരുടെ ഏത് നിലയിലുള്ള ആളാണെങ്കിലും അവർ സംരക്ഷിക്കും. കോടി സുനിയെ എന്തെല്ലാം ജയിലിൽ എന്തെല്ലാം കൊടുത്തു, പോരാളി ഷാജിയെ, അങ്ങനെ എത്രയോ പേരെ അവർ സംരക്ഷിക്കുന്നു. പിണറായി വിജയനെ എത്ര കേസുകൾ വന്നിട്ടും അവർ സംരക്ഷിച്ചു കൊണ്ടേയിരിക്കുകയല്ലേ. അദ്ദേഹം ഒരു കുറ്റാരോപിതനാണല്ലോ, സംരക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. EP ജയരാജൻ കുറ്റാരോപിതനാണ്, സംരക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ എത്ര പേരെ അവർ സംരക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു. പബ്ലിക് ഡൊമൈനിൽ മുകേഷിനെതിരായിട്ടുള്ള ഓഡിയോ ക്ലിപ്പുകളും ഉണ്ടല്ലോ, എന്തേ അവർ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഈ അശരീരിയുടെ പേരിലാണല്ലോ ആദ്യത്തെ ആരോപണങ്ങൾ ഉണ്ടായത്. അപ്പോഴും മുകേഷിനെ, അതേ നിലയിലുള്ള മുകേഷിനെ അവർ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ആളുകളെല്ലാം വിശുദ്ധന്മാരും വിശുദ്ധ പശുക്കളും ബാക്കിയെല്ലാം അവിശുദ്ധമായ പശുക്കളും എന്നുള്ള ഒരു ധാരണയും മുൻവിധിയൊക്കെ ഉണ്ടെന്നുള്ളത് വ്യക്തം. അപ്പോൾ ഇവിടെ ബെന്നി ബെഹനാൻ പറഞ്ഞത് മാത്രമാണ് എനിക്ക് വിശ്വാസമുള്ള ഒരു കാര്യം. അതായത് അദ്ദേഹം പറഞ്ഞു കുറ്റാരോപിതൻ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം. അത് മതി, ആ 2 വാക്ക് മതി. കുറ്റാരോപിതൻ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇത് മതി, ഇത് മാത്രമാണ് എൻ്റെ മറുപടി. അവരും പറയുന്നത് അങ്ങനെയാണ്, മുകേഷ് കുറ്റാരോപിതൻ മാത്രമാണ്, ഞങ്ങളുടേതും കുറ്റാരോപിതൻ മാത്രമാണ്. നിങ്ങളപ്പോൾ നേരത്തെ ഈ നടപടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ആ നടപടി എടുത്തതാണ് കൂടുതൽ നടപടി എടുക്കാൻ. അപ്പോൾ പത്രക്കാർ വന്നിരുന്നു പറയേണ്ടത് സതീശൻ എന്തോ വലിയ ധന്യനായിട്ടുള്ള നേതാവും ഇദ്ദേഹം മാത്രം കുഴപ്പക്കാരനുമാണെന്നുള്ള മട്ടി പത്രക്കാരൊക്കെ ഈ ചങ്ങാത്തം ഒക്കെ വെച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ പറയുന്ന ഇവർ ഈ നടപടി എടുത്തതാണ് കുഴപ്പം. കുറ്റാരോപണം അന്വേഷിച്ച് തെളിയിക്കട്ടെ, അപ്പോൾ നിങ്ങൾ അറസ്റ്റ് ചെയ്തു. ഈ ഒരു മറുപടി അത് മതിയായിരുന്നു കോൺഗ്രസ് എടുക്കേണ്ടത്. അതാണ് ഇന്നലെ വീക്ഷണത്തിൻ്റെ എഡിറ്റോറിയലിലും പറഞ്ഞത്. കാരണം CPMൻ്റെ നേതാക്കളെ സംരക്ഷിക്കാമെങ്കിൽ എന്തേ കോൺഗ്രസിന് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കളെ സംരക്ഷിച്ചുകൂടാ? അവർക്ക് അതിന് ന്യായമായിട്ടും അവകാശമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. മുകേഷിനെ നിങ്ങൾ സംരക്ഷിക്കുന്നെങ്കിൽ ഞങ്ങൾ ഇവരെ സംരക്ഷിക്കും, ഇതല്ലേ ഉള്ളതിന് മറുപടി. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും കോൺഗ്രസിന് ഒരു പശ്ചാത്താപവും ബുദ്ധിമുട്ടും ഉണ്ടാവേണ്ട കാര്യമില്ല. കോൺഗ്രസിന് പശ്ചാത്താപം ഉണ്ടാവേണ്ട നേതാക്കന്മാർ തമ്മിൽ കടന്ന അധികാരത്തിന് വേണ്ടിയിട്ട് അടിക്കുന്ന പരിപാടിയാണ്. അതാണ് അവരുടെ തകർച്ചയിലേക്ക് വഴിയളിക്കുന്നത്. എന്ന് മാത്രമല്ല, ശബരിമല പ്രശ്നത്തിൽ നിങ്ങളെടുക്കുന്ന ഈ അഴകുഴമ്പൻ നിലപാടുണ്ടല്ലോ, അതിലുമാണ് പശ്ചാത്തപിക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എടുക്കേണ്ട നടപടിയൊക്കെ എടുത്തു. MLA സ്ഥാനം മാത്രമേ രാജിവെപ്പിക്കാതുള്ളൂ. അത് CPM അതിന് പണ്ടേ ന്യായീകരണം പറഞ്ഞിട്ടുണ്ട്. മറ്റ് നടപടികൾ എടുക്കാൻ കുഴപ്പമില്ല, ഞങ്ങൾക്കത് ഏത് സമയത്ത് വേണമെങ്കിലും തിരിച്ചെടുക്കാം നടപടികൾ. പക്ഷേ MLA സ്ഥാനം പോയി കഴിഞ്ഞാൽ പിന്നെ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കണം, പുനഃസ്ഥാപിക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കണം. അതുകൊണ്ട് നമ്മുടെ അധികാര പരിധിയിൽ വരുന്നില്ല. അത് തന്നെയാണ് കോൺഗ്രസും സ്വീകരിച്ചത്. അക്കാര്യത്തിൽ അവർക്ക് കുറ്റബോധം തോന്നേണ്ട കാര്യമൊന്നുമില്ല. ഈ പത്രക്കാർ വന്നിരുന്ന അഭിപ്രായങ്ങൾ അന്തിച്ചർച്ചയിൽ അനാവശ്യമായിട്ട് അഭിപ്രായങ്ങൾ പറയുന്നില്ല. പത്രക്കാരല്ല കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, പത്രക്കാരൊന്നും അല്ല തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ബെന്നി ബെഹനാൻ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നത്. കുറ്റാരോപിതൻ മാത്രമാണ്. അയാളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് അനാവശ്യമായിട്ട് ടോർച്ചൊക്കെ അടിക്കുന്നതെന്ന് പറഞ്ഞാൽ മനോനിലയുടെ തകരാറുകളാണ്. നമ്മൾ ഒരുത്തൻ്റെയും എല്ലാവൻ്റെയും അങ്ങ് പരിശുദ്ധമാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല. ഈ പറയുന്ന മാധ്യമപ്രവർത്തകരുടെ പരിശുദ്ധമായിട്ടുള്ള ചരിത്രശുദ്ധി പുലർത്തുന്ന ജീവിതങ്ങളാണോ? എനിക്കങ്ങനൊന്നും വിശ്വാസമൊന്നുമില്ല. ഏറിയും കുറഞ്ഞു ഓരോരുത്തരും തെറ്റുകൾ ചെയ്യുകയാണ്. പിന്നെ ഇദ്ദേഹത്തിന് ട്രാൻസ്ജെൻഡറുമായിട്ട് ബന്ധമുണ്ട്, തെളിവുണ്ടോ? ഇവരുടെ തെളിവുണ്ടോ? മറ്റുള്ള കോൺഗ്രസിൻ്റെ നേതാക്കളുടെ മക്കളുമായിട്ടും ബന്ധമുണ്ട് എന്നൊക്കെ പറയും. എന്നാൽ തെളിവ് ഹാജരാക്കി നിങ്ങൾ കേസെടുക്കുകയും സമൂഹത്തിൽ ഉത്തരവാദിത്തമുള്ളവരല്ലേ നിങ്ങൾ? രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചത് ചെറ്റത്തരമായിരിക്കും. അതായത് കാരണം ഈ ഗൗരവം കൂട്ടുന്നേ ഉള്ളൂ. ഞാൻ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം കൂടെ പറയാം, ഇതും കൂടെ പറയാൻ നിർത്താൻ വയ്യ. സന്ദീപ് വാര്യർ പറഞ്ഞത് ശുദ്ധം മണ്ടത്തരമാണ്. വിവാഹിതയായിരുന്നു, വിവാഹിതം മോചിപ്പിച്ചിട്ടില്ല, അങ്ങനൊരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് തനി ചെറ്റത്തരമല്ലേ? ചെറ്റ പൊളിച്ച് അകത്ത് കയറുന്ന ഓരോ പരിപാടിയല്ലേ? ഭർത്താവിനെ 2 പേരും കൂടെ ചേർന്ന് വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത്? എന്നാൽ പിന്നെ എന്തിനാണ് കല്യാണം കഴിച്ചത്? കല്യാണം കഴിക്കാൻ അങ്ങ് തുടർന്നാൽ പോരെ നിത്യകന്യകയായിട്ട്? അതൊക്കെയാണ് ചെറ്റത്തരം. ഒരു ജനപ്രതിനിധി ചെയ്യേണ്ട കാര്യമാണ് ആ ഭർത്താവിനെ വഞ്ചിക്കുക എന്ന് പറയുന്നത്. ഇഷ്ടമാണെന്നും പറഞ്ഞ് ചെറ്റ വിളിച്ച് ജാരബന്ധം പുലർത്താൻ പോകുന്നത്. അതാണ് സീരിയസ്നെസ് കൂട്ടുകയാണ്. ഈ പൊട്ടത്തരം പറയുന്നത് സന്ദീപ് വാര്യർ. കൂടുതലയാളെ നാറ്റിക്കുക ചെയ്യുന്നത് നിങ്ങൾ സന്ദീപ് വാര്യരെ സുഹൃത്താണെന്നും പറഞ്ഞു. ചെയ്യേണ്ട ഒരു കാര്യം മര്യാദയേ ഉള്ളൂ. കല്യാണം കഴിക്കാൻ, വിവാഹമോചനം നേടുക, കല്യാണം കഴിക്കുക. ഇതല്ല വേറൊരു മാർഗവുമില്ല. നിയമത്തിൻ്റെ വഴിക്ക് ഇയാളെ ശിക്ഷിച്ചുകൊണ്ട് മാർഗമില്ല. ആ പെൺകുട്ടിക്ക് ശരിയായിട്ട് ഇയാളുടെ സ്നേഹമുണ്ടെങ്കിൽ കല്യാണം കഴിക്കണം.
വേറെ കാരണങ്ങൾ ജാതിയും മതവും മറ്റും രാഷ്ട്രീയവും നോക്കാതെ കല്യാണം കഴിക്കണം. അതുമാത്രമാണ് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം. അത് ചെയ്യണം. സന്ദീപ് വാര്യർ എല്ലാം ഒളിച്ചിരുന്നുകൊണ്ട് ജാമ്യം എടുക്കുക അല്ല ചെയ്യേണ്ടത്. ഞാൻ വരുന്നു, ഈ തെറ്റ് ഞാൻ ഏറ്റെടുക്കുന്നു, ഈ ഗർഭം ഞാൻ ഏറ്റെടുക്കുന്നു, തീർന്നു പ്രശ്നം. കല്യാണം കഴിക്കുക, ചെലവിന് കൊടുക്കുക. ഇനിയെങ്കിലും ഇത് ആവർത്തിക്കാതെ ഇരിക്കുക. പിന്നെ തെറ്റ് വിളിച്ചൊന്നും പോകാൻ പോകരുത്.